السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, സ്നേഹനിധികളായ എന്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടലും പറച്ചിലും കേൾക്കലും ഒക്കെ അവന് തൃപ്തിപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. പിന്നെ ഒരു PM ഉണ്ട്. എന്താണ് ഈ ലൈവിന് ശേഷം കാസർഗോഡ് നിന്നുള്ള ഇന്നത്തെ ലൈവ് റെക്കോർഡ് ആക്കിയത് വെക്കട്ടെ എന്നുണ്ടൊരു PM. അതിന് സമയം പിന്നൊക്കെ റെക്കോർഡ് പ്ലേ ചെയ്യില്ലല്ലേ അല്ലേ? അത് എന്താവാൻ എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുമ്പ് മിഞ്ഞാന്നായിട്ടുണ്ടായി അങ്ങനെ ലൈവ് കഴിഞ്ഞ ശേഷം വേറെ ലൈവ് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യട്ടെ വെച്ച് അങ്ങനെ ഞാൻ പറഞ്ഞത്. അതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാലേ ഈ പരിപാടിയൊക്കെ മുടങ്ങും. അതായത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുള്ള പരിപാടി ഉണ്ടല്ലോ, അത് അപ്പം മുടങ്ങും. അപ്പൊ ഇങ്ങനെ അതൊക്കെ കഴിയുന്നവരൊക്കെ ഒന്ന് കാത്തിരിക്കാൻ വയ്ക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ പ്ലേ ചെയ്യാം. അതൊക്കെ നല്ല ആ സമയത്ത് ധാരാളം ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഇൻഷാ അല്ലാഹ് പ്ലേ ചെയ്യാം. ഇപ്പോ ഈ ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് മറുപടിയിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് TV എന്ന ഒരു ഉറുദു ചാനൽ ഉണ്ട്. അതിലേക്ക് സക്കാത്തിന്റെ പൈസ അയച്ചു തരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ദീനി പ്രവർത്തനം ആണെന്നാണ്. പീസ് TV ആയാലും വേണ്ടില്ല, ഏത് TV ആയാലും വേണ്ട, അതിനും സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. സക്കാത്തിന്റെ അവകാശികൾ വിശുദ്ധ ഖുർആനിൽ 8 വിഭാഗത്ത് എണ്ണിയിട്ടുണ്ട് അല്ലെ? ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ അങ്ങനെ പറഞ്ഞിട്ട് ആ 8 അവകാശികൾ എണ്ണിയിട്ടുണ്ട്. ആ അവകാശികൾക്കല്ലാതെ ആർക്കും സക്കാത്ത് കൊടുത്താൽ വിടുകയില്ല. ആ അവകാശികൾക്കെല്ലാം 8 അവകാശികളല്ല, അവർക്കെല്ലാം അല്ലാതെ ആർക്കും സക്കാത്ത് കൊടുത്താൽ വിടുകയില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗം ആദ്യമായി ഫഖീറുമാരാണ്, പിന്നെ മിസ്കീന്മാരാണ്. അതായത് പിന്നെ ഒരു നിത്യച്ചെലവിനുള്ള ഒരു മാർഗ്ഗമില്ല, നിത്യച്ചെലവിന് യാതൊരു മാർഗവും ഇല്ല, എന്നാൽ നല്ലൊരു ജോലിയും ഇല്ല, അത് അങ്ങനെയുള്ള വിഭാഗം. അതല്ലെങ്കിൽ ജോലി ഉണ്ട്, പിന്നെ ചെറിയ മാർഗമൊക്കെ ഉണ്ട്, പക്ഷെ തികയൂല. അങ്ങനെയല്ലോ, ഒരു ദിവസം 100 രൂപ ഒരു വ്യക്തി അയാളുടെയും അയാളുടെ ചെലവ് കൊടുക്കൽ നിർബന്ധമാരുടെയും ചെലവിൽ ഒരു ദിവസം 100 രൂപ ആവശ്യമാണ്, പക്ഷെ അയാളത്തെ ഒന്നുമില്ല. അങ്ങനത്തെ വിഭാഗം ഉണ്ടല്ലോ, അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അതുപോലെ തന്നെ പിന്നെ ഇനി ചെറിയ മാർഗമൊക്കെ ഉണ്ട്. ഒരു 60 രൂപ 70 രൂപ കിട്ടും ഒരു ദിവസം, പക്ഷെ ഒരു ദിവസത്തെ ചെലവിന് ആവശ്യം 100 രൂപയാണ്. അപ്പൊ എല്ലാ ദിവസവും ഒരു 30-40 രൂപ ഇങ്ങനെ കുറവ് വരികയാണ്. അങ്ങനെയുള്ള കൂട്ടുണ്ടല്ലോ, അവരൊക്കെ സക്കാത്തിന്റെ അവകാശികളാണ്. അതാണ് ഫഖീർ, മിസ്കീന്. അതുപോലെ തന്നെ ഇനി കടം കൊണ്ട് വലഞ്ഞവര് അറിയും, ഹലാലായ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയവരാണ്, അത് വീട്ടാൻ മാർഗമില്ല, അപ്പൊ അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അത് 3 വിഭാഗമായില്ലേ? അതുപോലെ തന്നെ ഹലാലായ സഫർ യാത്ര ചെയ്യുന്ന യാത്രക്കാര്, ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. അപ്പൊ അവരുടെ ആ യാത്രക്ക് ആവശ്യമായ പൈസ എന്ത് ചെയ്യാൻ? സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുക്കാം. പിന്നെ അതുപോലെ പുതു മുസ്ലിം ഉണ്ട്, പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ്, അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്, അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അതുപോലെ ഇസ്ലാമിക ഗവൺമെന്റ് സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ ഉണ്ടാവും, ആമിലീങ്ങൾ. അതിന്റെ സക്കാത്തിന്റെ ആമിലീങ്ങൾ ഇസ്ലാമിക ഗവൺമെന്റ്, അതാണ് ഇസ്ലാമിക ഗവൺമെന്റ് ഏൽപ്പിച്ച ആളുകളായിരിക്കണം. സക്കാത്ത് ഓരോ സ്ഥലത്ത് പോയി പിരിച്ചെടുക്കുവാനും അതിന്റെ അവകാശങ്ങൾക്ക് വിതരണം ചെയ്യുവാനും ഒക്കെ ഏൽപ്പിച്ച പ്രത്യേകമായ ടീമുണ്ടാവും, അവർ സക്കാത്തിന്റെ അവകാശികളാണ്. അവർക്ക് അപ്പൊ 7 ആയില്ലേ? പിന്നെ ഏതാണ് അതുപോലെ മോചനപത്രം എഴുതിയ അടിമ. മോചനപത്രം എഴുതിയ അടിമ എന്ന് പറഞ്ഞാലേ പഴയ കാലത്തൊക്കെ അടിമകൾ ഉണ്ടായിരുന്നു അല്ലെ? അടിമകൾ ഉണ്ടായിരുന്നു. ആ അടിമ എന്ത് ചെയ്യാ? അടിമ എന്ന് പറഞ്ഞാൽ അടിമ എന്ന് പറഞ്ഞാലേ ഒരാളെ ഒരു സയ്യിദിന്റെ അടിമയാകുമ്പോ ആ അടിമയുടെ ജോലിന്റെ വേതനമൊക്കെ സയ്യിദിനെ കിട്ടുക. അടിമക്ക് മിൽക്കാവകാശമില്ല, അങ്ങനെ ഉടമസ്ഥാവകാശം ഇല്ല അടിമക്ക്. അപ്പൊ അടിമ യജമാന്റെ തോട്ടത്തിൽ മറ്റൊക്കെ പണിയെടുപ്പിക്കും യജമാന്. ഇനി യജമാന്റെ പണിയൊന്നും ഇല്ല നിൽക്കുക അല്ലേ? എന്നാ പുറത്തേക്ക് പണിക്ക് പറഞ്ഞേക്കും യജമാനൻ അടിമകളിനെ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പൈസ ആർക്കാണ്? അത് യജമാനുള്ളതാണ്. പിന്നെ യജമാനന് ഇപ്പൊ ഈ അടിമക്കെന്താ കൊടുക്കണം? കൂലി കൊടുക്കണ്ട. പിന്നെ അയാൾ മരിക്കാതിരിക്കാൻ ഭക്ഷണം കൊടുക്കേണ്ടി വരില്ലല്ലോ അല്ലേ? അയാളുടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കൊടുക്കുക, പിന്നെ എന്തെങ്കിലും എപ്പോഴേലൊക്കെ അവർക്ക് മറക്കാനുള്ള വസ്ത്രം കൊടുക്കുക. അതപ്പോ അയാൾക്കുള്ള നിർബന്ധമുള്ളത് യജമാന്.
അങ്ങനെയുള്ള അടിമകളെ എന്ത് ചെയ്യും? അടിമകളെ മോചിപ്പിച്ചാൽ വലിയ കൂലിയ. വെറുതെ മോചിപ്പിക്കുക, കാരണം ഞാൻ സ്വതന്ത്രനാക്കി എന്ന് പറയാം യജമാനൻ. അതോടുകൂടി ആളെന്തായി? സ്വതന്ത്രനായി. ആ അടിമ സ്വതന്ത്രനായി. അപ്പൊ ഇനി അയാൾ സാധാരണ ആളുകളെ പോലെയാണ്. ഇനി അയാൾ അധ്വാനിക്കുന്ന പൈസ അയാൾക്കുള്ള തന്നെയാണ്. അയാൾക്ക് ഇനി ഉടമസ്ഥാവകാശമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. എന്ത്? യജമാനൻ അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി മോചിപ്പിക്കുക. ചില സമയത്ത് എന്ത് ചെയ്യും? യജമാനൻ പറയും, നീ എന്ത് ചെയ്യാം, എനിക്ക് ഇത്ര റുപ്യ അടച്ചു തീർക്കുകയാണെങ്കിൽ അന്ന് ഞാൻ മോചിപ്പിച്ചതാറ് യജമാൻ. അതിനാണ് മുക്കാത്തബ് എന്നറിയും. മോചനപത്രം എഴുതിയ ആളാണ്. മോചനപത്രം ഇത്ര റുപ്യ നീ എനിക്ക് അടച്ചു തന്നാൽ നിന്നെ എന്ത് ചെയ്യും? ഞാൻ മോചിപ്പിക്കാം. അങ്ങനെ കരാർ പത്രം എഴുതി ഒപ്പിട്ടു. യജമാനും അടിമുഖാണ്ടോട് ഒപ്പിട്ട്. അപ്പൊ ഇനി അയാള് അധ്വാനിക്കുന്ന പൈസ ആർക്കുള്ളതാ? അയാള് പൈസ അങ്ങനെ അധ്വാനിച്ച് ഞാൻ പൈസ ഉണ്ടാക്കി അങ്ങനെ ആ പൈസ അടച്ചു തീർത്ത് എന്നാ പിന്നെ അയാൾ മോചിതനാണ്, പിന്നെ സ്വതന്ത്രനായി. അപ്പൊ അയാളെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? സക്കാത്തിന്റെ ഫണ്ട് നിന്ന് കൊടുക്കുക. അയാൾ സക്കാത്തിന്റെ അവകാശിയാ. അങ്ങനെ ഡിമാൻഡ് ഇല്ലാതാവണല്ലോ. ഇൻമട്ടോ അള്ളാഹുത്തല ചെയ്ത പണിയാണ് ഇപ്പൊ അതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള 5 വിഭാഗം സക്കാത്തിന്റെ അവകാശികൾ. അതല്ലാതെ TV നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ദേവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതൊന്നും സക്കാത്തിന്റെ അവകാശത്തിൽ പെട്ടല്ല. ചില ആളുകൾ ഇതൊക്കെ അല്ലേ, അത് അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള ഉദ്ദേശം ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കി തോന്നല്ലേ. നല്ല യുദ്ധമല്ല അപ്പൊ. അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പെട്ടതാണ് ലേഖനം എഴുതുക, വാത് അറിയാന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഈ പേടിച്ചിട്ടുള്ള ഭയവിഹ്വലരായ ആളുകളുള്ളവരെ ന്യായീകരണമാണ് അതൊക്കെ. നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ നമുക്ക് എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഓരോ പൊട്ട വിചാരങ്ങളാണ് അതൊക്കെ. അങ്ങനല്ല, കാര്യം ദീന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും പറയുക ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അപ്പൊ അതൊന്നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ, അത് TV നടത്തുന്ന കൂട്ടരോ അല്ലെങ്കിൽ ലേഖകന്മാരോ അല്ലെങ്കിൽ വാദന്മാരൊന്നല്ല. അവരൊന്നും സക്കാത്തിന്റെ അവകാശികളല്ല. ശരിക്ക് ഒരു ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരമായിരിക്കണം യുദ്ധം. അത് നിർബന്ധമാണ്. അത് നിബന്ധനയാണ് യുദ്ധത്തിന്റെ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം കൂടി യുദ്ധം ചെയ്യാൻ പാടില്ല. അതിൽ ഏതെങ്കിലും സംഘടനയുടെ കീഴിൽ യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല. ഭരണാധികാരിയുടെ കീഴിലായിരിക്കണം യുദ്ധം. അങ്ങനെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളുടെ സക്കാത്തിന്റെ അവകാശികളാണ്. അപ്പോ ഏതായാലും ശരി, പീസ് TVക്ക് അല്ലെങ്കിൽ ഏത് TVക്കും അയച്ചു കൊടുത്താൽ ശരിയാവില്ല. പണ്ട് ഞങ്ങൾ പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് ശാന്തപുരം ഉണ്ടല്ലോ, പട്ടിക്കാട് ചുമത്ത് വെച്ചിട്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് വിതരണമുണ്ട്. അത് തെങ്ങും തൈയിൽ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. തെങ്ങും തൈ സക്കാത്ത് കൊടുക്കുക. എന്നിട്ട് ആൾക്കാരെ പേരിങ്ങനെ വായിക്കും. ഇന്നാൾക്ക് ഇത്ര തെങ്ങും തൈ, മറ്റാൾക്ക് ഇത്ര. അങ്ങനെ കൂട്ടുമസ്താദ് പിന്നെ വന്നിട്ട് കൂട്ടുമസ്താദുണ്ട്. പിന്നെ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മൂപ്പര് കണ്ണടത്ത് മേശപ്പുറത്തവിടെ വെക്കും. കണ്ണടത്ത് മേശപ്പുറത്ത് വെക്കും മൂപ്പര്. എന്നിട്ട് മൂപ്പര് ആദ്യം ചിരിക്കും. എന്നിട്ട് പിന്നെ മൂപ്പര് വർത്താനൊക്കെ തനിച്ചതാണല്ലേ, വല്ലാത്തൊരു പൊട്ടന്മാര് അങ്ങനെയൊക്കെ മൂപ്പര് പറയാ. കണ്ണടത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് വല്ലാത്തൊരു പൊട്ടന്മാര്. തെങ്ങിൻ തൈന്റെ സക്കാത്തേ എവിടുന്ന് കിട്ടിയത്? തെങ്ങിൻ തൈക്ക് സക്കാത്തോ? എന്തിനൊക്കെയാണ് സക്കാത്തുള്ളത്? സ്വർണത്തിന് സക്കാത്തുണ്ട്, വെള്ളിക്ക് സക്കാത്തുണ്ട്, നോട്ടിന് സക്കാത്തുണ്ട് അല്ലേ. ഒരാൾക്ക് ഇത്ര സംഖ്യ പിന്നെ കൈവശമുണ്ടായി, അങ്ങനെ അത് ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. ഇത്ര ഗ്രാം സ്വർണ്ണമുണ്ടായി, 85 ഗ്രാം സ്വർണ്ണമുണ്ടായി, അത് ഒരാൾ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു എന്നാൽ 2% സ്വർണ്ണം സക്കാത്ത് കൊടുക്കണം. സ്വർണ്ണമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണ്ണം കൊടുക്കേണ്ടത്. വെള്ളിയുടെ സക്കാത്ത് വെള്ളിയാണ് കൊടുക്കേണ്ടത്. കച്ചവടത്തിന്റെ സക്കാത്ത് പൈസ കൊടുക്കേണ്ടത്. കച്ചവടത്തിന് ചരക്കല്ല. നെല്ലിന്റെ സക്കാത്തൊക്കെ നെല്ലാണ് കൊടുക്കേണ്ടത്. 120 പറ നെല്ല് ഒരാൾക്ക് ഒരു വർഷം ഉണ്ടായി, ഇന്നലെ അതിന്റെ 12 പറ നെല്ല്, അതിന്റെ 10% അതാണല്ലോ, അങ്ങനെ അതാ കൊടുക്കേണ്ടത്. ആ നെല്ല് ഗോതമ്പ് ഇതിനൊക്കെ അങ്ങനെ. ആടുമാട് ഒട്ടകങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇത്ര ഒട്ടകം ഉണ്ടായാൽ ഇന്നത് അപ്പൊ അതാണ് കൊടുക്കേണ്ടത്. അല്ല അതല്ല തെങ്ങും തൈക്ക് സക്കാത്ത് ഇറങ്ങേണ്ടത് അല്ലേ. അങ്ങനെ സക്കാത്തില്ല. തേങ്ങയ്ക്ക് സക്കാത്തില്ല, റബ്ബറിന് സക്കാത്തില്ല, ആന്നില്ല. അപ്പോ ഓരോരോ പൊട്ടപ്പോയത്തെന്ന് അറിയാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചു കൊണ്ടാണ് പോകുന്നത്. ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു നിങ്ങളുടെ ഹദറിലും സഫറിലൊക്കെ ഖൈറും ബർക്കത്തും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ റഹ്മതിക യാ റഹ്മാൻ റഹീം. പിന്നെ
നിന്റെ ഭാര്യ ഗർഭിണി ആണ്, നല്ല സ്വാലിഹായ കുട്ടിക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹായ ദീനും കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ അവരുടെ ഈ പ്രസവത്തിൽ നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ദാവൂദ് നങ്കാരത്ത് എനിക്ക് പനി പിടിച്ച് വിഷമിക്കുകയാണ്. സുഖത്തിന് വേണ്ടി ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലേക്കും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, പെങ്ങളുടെ കല്യാണം ശരിയാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് നിക്കാഹ് കഴിഞ്ഞു. ഖൈറായ ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതം വളരെ ഖൈറും ആക്കി കൊടുക്കട്ടെ. അല്ലാഹു നല്ല സ്നേഹത്തോടു കൂടി മാതൃകാ ദമ്പതികളായി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവരുടെ ആ വൈവാഹിക ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഒരു സംശയം. സുന്നിയാവണമെങ്കിൽ ഏതെങ്കിലും സമസ്തയിൽ ചേരണോ, അംഗീകരിക്കണോ? ഉസ്താദെ, അഖീദത്ത് സുന്നിയാവണമെങ്കിൽ അങ്ങനെ, സുന്നി എന്ന് പറഞ്ഞാല് ആവണെങ്കിലേ വിശ്വാസപരമായി ഒരു തരീഖത്ത് സ്വീകരിക്കുക. അശ്അരി തരീഖത്തോ മാതുരിദി തരീഖത്തോ സ്വീകരിക്കുക വിശ്വാസപരമായി. പിന്നെ കർമ്മപരമായി നാലാലൊരു മദ്ഹബ് സ്വീകരിക്കുകയും ചെയ്യുക. എന്നാലും സുന്നിയാണ്, അവനാണ് സുന്നി. അതല്ലാതെ ഉള്ള ആളുകളോ മുബ്തദിയങ്ങളാണ്. അങ്ങനെയാണിപ്പോ പിന്നെ സുന്നിയാരാന്നുള്ളതിന് പല താരീഫുകളുണ്ട്. അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാക്കള് മദ്ഹബുകളൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന് അഖീദ സംബന്ധമായ ആ വിഷയങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെട്ട് പരീക്ഷാഖീലം പോവാതിരിക്കാൻ വേണ്ടി പിന്നെ അവസാനമുള്ള ഒരു ബഹുമാനപ്പെട്ട ഉലമാക്കള് പറഞ്ഞൊരു വിഷയമാണ് എന്ത്, പിന്നെ സുന്നിയാറ ഇവരാണ് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികൾ എന്ന് പറഞ്ഞത്. ഇവരാണ് ഒരു അഖീദ അശ്അരി തരീഖത്തോ അല്ലെങ്കിൽ മാതുരിദി തരീഖത്തോ അഖീദയായി സ്വീകരിച്ചവർ. അതുപോലെ തന്നെ നാലാലൊരു മദ്ഹബ് കർമ്മപരമായിട്ട് നാലാലൊരു മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അത് സ്വീകരിക്കുന്നവരുമാണ്. പിന്നെ അതിനൊക്കെ സമസ്താണല്ലേ, അതന്നെ സമസ്ത എന്ന് പറഞ്ഞ ഒരു സംഘടനയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ശരി അങ്ങനെയല്ല അല്ലേ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്ന് പറഞ്ഞാലേ സമസ്തക്കാരില്ലാത്തവരും സമസ്തക്കാരാണല്ലോ കേരളത്തിൽ. അതല്ല ലക്ഷ്യം. സമസ്തനെ കുറ്റം പറഞ്ഞവരും സമസ്തക്കാരൻ തന്നെയാണേ. സമസ്തനോട് ബന്ധപ്പെടാതെ കേരളത്തിൽ ആർക്കും ജീവിക്കാൻ നിൽക്കൂല അല്ലെ. മദ്രസ പഠിക്കുന്ന സമസ്തന്റെ മാസത്തിലായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ അങ്ങനെ എങ്ങനെയായിട്ട് സമസ്തനോട് ബന്ധപ്പെടാതെ ഒരാൾക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മുസ്ലിം കൂടി ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പോ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് സമസ്തക്കാരല്ലാത്തവരും സമസ്തക്കാരായിരിക്കും. അത്രമാത്രം ഇഴകി ചേർന്നിട്ടുണ്ട് ഈ ജനങ്ങൾ സമസ്തയോട്. അപ്പൊ മൂപ്പർ എന്നോട് പറഞ്ഞത്, ഈ വിഷയം ഞാനും ഒരുപാട് പ്രാവശ്യം നമ്മുടെ റൂമിൽ തന്നെ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് മിസറില് അസ്ഹർ ഉമ്മായുള്ള ബന്ധം പോലെയാണ് നിങ്ങളുടെ നാട്ടില് സമസ്തയോട് നിങ്ങൾക്കുള്ള ബന്ധം എന്ന് പറഞ്ഞു. മൂപ്പര് സമസ്തക്കാരുന്ന ആളാണ്. മിസറിൽ അങ്ങനെ അറിയാം. അസ്ഹറിനെ കുറ്റം പറഞ്ഞ ആൾക്കാരും അസ്ഹറിന്റെ ആളുകളായിരിക്കുന്ന. അപ്പൊ ഏതായാലും സമസ്ത പിന്നെ എന്തിനാണ് സമസ്തയില് ചേരുന്നതെന്ന്, സമസ്ത ചേരും പിഴച്ചു പോവാതിരിക്കാൻ വേണ്ടി, അഖീദയിൽ പിഴക്കാതിരിക്കാൻ വേണ്ടി, അമലിയും പിഴക്കാതിരിക്കാൻ വേണ്ടി ഒരു നേതൃത്വം ഉണ്ടാകുമ്പോ അങ്ങനെയാണോ അല്ലെ. അപ്പൊ അതിനു വേണ്ടിയാണ്. അതല്ലാതെ അതിൽ ചേരാത്തവരൊക്കെ മുത്തദീയങ്ങൾ എന്നല്ല. ഉസ്താദ്, അഖീഖത്തിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? അഖീഖത്തിന്റെ നിബന്ധന ഉളുഹിയത്തിന്റെ നിബന്ധന തന്നെയാണ് ആ മൃഗത്തിന്റെ നിബന്ധനയെ. പിന്നെ ആടക്കാൻ 2 വയസ്സ് പൂർത്തിയാവണം. കോലാടാണെങ്കിൽ നെയ്യാടാണെങ്കിൽ 1 വയസ്സ്. പിന്നെ ബോത്തും നൂലിപ്പൊക്കെ 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. അതൊക്കെ തന്നെ പശുവൊക്കെ ആണെങ്കിലേ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ വില കുറയുന്ന രീതിയിലുള്ള ഐബോൾ ഉണ്ടാവാൻ പാടില്ല. വില കുറയുന്ന രീതിയിലുള്ള മാംസം കുറയുന്ന രീതിയിലുള്ള ഐബോളൊന്നും ഉണ്ടാവാൻ പാടില്ല. ചൊറി ഉണ്ടാവുക, വാല് മുറിഞ്ഞതാകുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഐബുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഐബുകളൊന്നും ഇല്ലാത്ത ഈ വയസ്സ് തികഞ്ഞ ആടുമാട് വട്ടങ്ങളായിരിക്കണം. ഈ 3 വിഭാഗത്തിൽപ്പെട്ടതായിരിക്കണം അഖീഖത്ത് ഇറക്കുക. മറ്റേ ഇറക്കാൻ പറ്റുന്ന ജീവികളുടെ മാനുണ്ടല്ലോ അല്ലെ. മാന്
ഞാൻ ഇപ്പൊ നാളെ മാനിറച്ചി തിന്നെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോ അതുണ്ടല്ലോ അത് നല്ല രസമുള്ള മാംസാണല്ലേ മാനിന്റെ ഇറച്ചി. അപ്പം മാനിനെ അറക്കാൻ പറ്റാം, അതുപോലെ കുതിര അതൊക്കെ അറുത്ത് തിന്നാൻ പറ്റും ചെയ്യാം. പക്ഷെ അതേസമയത്ത് അക്കീക്കത്തും ഒളുഹിയത്തും അത് പറ്റൂല. അക്കീക്കത്തും ഒളുഹിയത്തൊക്കെ സഹിയാവണമെങ്കിൽ എന്ത് വേണം? അത് ഒട്ടകങ്ങളോ അതല്ലെങ്കിൽ മാടില്ല, പശു മൂരി പോത്ത് എരുമൊക്കെ അവയോ അല്ലെങ്കിൽ ആടുവർഗമോ ആവണം. അതല്ലാത്തവ പിന്നെ അക്കീക്കത്ത് അറക്കാൻ പറ്റൂല, ഒളുഹിയത്ത് ഇറക്കാനും പറ്റൂല. അപ്പോ ഞാനത് എന്നോടൊരാളെ ഞാൻ തന്നെ വല്ലാതെ കൊതിച്ചിരുന്നത് കാര്യം പറയാലോ. ഇങ്ങോട്ടൊരാള് പറഞ്ഞിങ്ങനെ ഞാൻ കടയിൽ ഇങ്ങനെ പോയപ്പോ ഞാന് കുറച്ച് നിങ്ങളുടെ സ്വകാര്യത്തില് കുറച്ച് മാനിന്റെ ഇറച്ചി വേവിച്ച് കൊടുക്കുന്ന സ്റ്റവ് കഴിക്കൂലേ വെച്ച് ഏന്നറിഞ്ഞ ഞാൻ വേഗം ഞാൻ അതിന് മുമ്പ് തിന്നിട്ടില്ല, ഒന്ന് കിട്ടിയത് ഇറക്കടില്ലാന്നല്ലോ. അങ്ങനെ ഞാനെങ്ങനെ അന്ന് കാത്തിരുന്നു, കുറെ നേരം കാത്തിരുന്നു, വിരഞ്ഞു കാണാനില്ല. പിറ്റേഴ്സും കാത്തിരുന്നു, പിന്നെ വിരഞ്ഞു കാണില്ല. അപ്പൊ അവസാനം മൂപ്പര് കൊതിപ്പിച്ച് പിന്നെ യാതൊരു അഡ്രസ്സും ഉണ്ടായില്ല. പിന്നെ മൂപ്പരെ കാണുമ്പോ ഞാൻ മാറി കിടക്കാൻ തുടങ്ങി. കാരണം എന്നെ കാണുമ്പോ മൂപ്പർക്ക് ഒരു വിഷമം ഉണ്ടായിട്ട് ഞാൻ മാറി കിടക്കാൻ തുടങ്ങി. പിന്നെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന എടുക്കുന്നത്. ഏതായാലും ശരി, സംഭവം നടത്തി പിന്നെ കിട്ടിയെന്നറിയാം. ഇനിയിപ്പോ അതിന് കേസ് കൊടുക്കാനും പറ്റില്ലട്ടാ. അത് ഇത് പിടിക്കാൻ പാടില്ലല്ലേ. അതങ്ങനെ പിടിച്ച ഷേഖന്മാര് പിടിച്ചിട്ട് ഉണ്ടല്ലോ, ഭരണാധികാരികൾ നായാട്ടിനൊക്കെ പോയിട്ട് പിടിക്കുമല്ലോ, അങ്ങനെ പോയിട്ട് പിടിക്കുമല്ലോ. അപ്പൊ അത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയ അങ്ങനെ കൈമാറി കിട്ടിയതാണ്. പിന്നെ ഉസ്താദെ നായാട്ട് അങ്ങനത്തെ ചോദ്യം ഉണ്ടാ? നായാട്ട് നായികൾ പിടിച്ച ഉരു കഴിക്കാൻ പറ്റുമോ? അത് പറ്റും. നായാട്ടെ നായ എന്നെ വേട്ടാടാണ് ഉപയോഗിക്കുന്ന നായനെ. അങ്ങനെ നായ വേട്ടയാടി നായ പിടിച്ച്, സാധാരണ നായ പിടിക്കണല്ല, ഒരു വേട്ടനായ എന്നല്ല, ഒരു നായ ഇത് ഒരു കോഴിനെ പിടിച്ച് കൊന്നു നിൽക്കുക, അത് പറ്റൂല. അതല്ല, നായാട്ടിന് അത് വേട്ടാടാൻ പഠിപ്പിച്ച ആ നായ ഉണ്ടാവും. ആ നായ ഇത് വേട്ടാടി പിടിച്ചതാണ്. എന്നാൽ അതിനെ അത് ഭക്ഷിക്കാന്ന അതെന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷിക്കണമെങ്കിൽ അതിൽ നിന്ന് ആ പിടിച്ച വസ്തുവിൽ നിന്ന് അത് ഭക്ഷിക്കാൻ പാടില്ല. അങ്ങനെ അത് ഭക്ഷിച്ചാൽ പിന്നെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല. അതതിന്റെ കണക്ക്. കാരണം അത് പിടിച്ചത് അതിന് വേണ്ടി പിടിച്ചാണപ്പോ, നമുക്ക് വേണ്ടി പിടിച്ചതല്ല. നമുക്ക് വേണ്ടി സാധാരണ പഠിപ്പിച്ച നായക്കളാണ് അതിന് കഴിക്കൊന്നുമില്ല, അതിന് കഴിക്കൊന്നുമില്ല. ബിസ്മി ഒന്നും വേണ്ട. ബിസ്മി ചില നിർബന്ധം നടക്കുമ്പോ ബിസ്മി ചില സുന്നത്താണ്, അറിവിൽ നിർബന്ധമുള്ള വിഷയമൊന്നുമില്ല. അറിവിനൊരു നിബന്ധനയേ ഉള്ളൂ. എന്താണ്? ഹൽക്കും പിന്നെ മൂല്യം മുറിയണമെന്നേ ഉള്ളൂ. ശ്വാസനാളവും അന്നനാളവും മുറിയണം. അതായത് ബിസ്മി ചില സുന്നത്താണ്. ആ മൃഗം പിടിച്ച പിന്നെ വേട്ടമൃഗം പിടിച്ച ഇതുണ്ടല്ലോ, അതിനെ നമുക്ക് അറുക്കാൻ പറ്റി നിൽക്കുന്ന അറക്കൽ നിർബന്ധമാണ്. അറുക്കാൻ പറ്റില്ല നിൽക്കുന്നാലോ എന്നാലും ഭക്ഷിക്കുകയും ചെയ്യാന്ന്. നായനെ ബിസ്മി ചെല്ലിട്ടൊന്നും വേണ്ട. ബിസ്മി അറുക്കുന്ന സമയത്ത് ബിസ്മി ചെല്ല സുന്നത്താണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നമ്മൾ കാവിമുണ്ട് അതായത് ലുങ്കി ഉടുക്കുന്നത് തെറ്റാണോ? അതെ, ലുങ്കി എടുക്കുന്നത് തെറ്റാണ്. കുങ്കുമ നിറമുള്ളത് ചായം പിടിപ്പിച്ച വസ്ത്രമൊക്കെ ധരിക്കുന്നത് അനുവദനീയാണല്ല. പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ അനുവദനീയം തന്നെയാണ്. പക്ഷെ അതേസമയത്ത് കുങ്കുമച്ചായം എന്നുണ്ട്, കാവി അല്ലെ, ഈ അത് ഹറാമാണ്, കറാഹത്താണ്. പിന്നെ ലാ യുക്റഹു മിനൽ മസ്ബൂഖി ഇല്ലൽ മുസാഫർ എന്നുണ്ട്. ലാ യുക്റഹു മിനൽ മക്റൂഹി അല്ല, ലാ യുക്റഹു മിനൽ മസ്ബൂഖി ചായം പിടിപ്പിക്കപ്പെട്ട വസ്ത്രങ്ങളിൽ നിന്ന് കറാഹത്താവുകയില്ല ഇല്ലൽ മുസാഫറൂന. ചന്താമര വർഗന്ന മഞ്ഞ ഒരു കാവ്യ പിന്നെ നിറങ്ങളുണ്ടല്ലോ, അത് കറാഹത്താണ്. അത് ആ നിലക്ക് മാത്രം കറാഹത്ത. അതേസമയത്ത് ഒരു തശബ്ബു കൊണ്ട് നിൽക്കുക അല്ലെ, കാഫിരിങ്ങൾ ഒരു തശബ്ബുഹാണ് ഉദ്ദേശം, എന്നാൽ ഹറാമുമാണ്. അപ്പൊ ഹറാമുമാണ്. മൊത്തത്തിൽ അതെന്താണ്? കറാഹത്താണ്. കാഫിരിങ്ങൾ തശബ്ബുവിന് ഉദ്ദേശം ഇല്ലെങ്കിൽ തന്നെ കറാഹത്താ. ഇനി അതല്ല ആ ഉദ്ദേശം ഉണ്ടെങ്കിലോ എന്നാൽ അത് കറാഹത്തല്ല, ഹറാമുമാണ്. തറാവീഹ് 20 തന്നെ
വേണോ അതോ 8 റക്അത്ത് ആണെങ്കിൽ അതിന്റെ കൂലി കിട്ടുമോ? എന്താണ്? അതോ 8 റക്അത്ത് ആണെങ്കിൽ അതിന്റെ കൂലി കിട്ടുമോ? തറാവീഹ് റഹ്മാന്റെ മുമ്പിനെ തറാവീഹിനെ കുറിച്ചായ തറാവീഹ് 20 റക്അത്താണ്. എല്ലാ മദ്ഹബിലും തറാവീഹ് 20 റക്അത്താണ്. അല്ല ദൃശ്യം 8 റക്അത്താണ് തറാവീഹ് എന്ന് പറഞ്ഞ ഒറ്റ മദ്ഹബില്ല. എല്ലാ മദ്ഹബിലും 20 റക്അത്താണ്. എന്നാ മാലിക്കി മദ്ഹബിൽ 20 അല്ല 36 ഒരു അഭിപ്രായമുണ്ട്. 20 അഭിപ്രായമുണ്ട്, 36 അഭിപ്രായമുണ്ട്. 8 അഭിപ്രായമല്ല ഉള്ളത്. وهي 20 ركعة ب10 تسليمات في كل ليلة من رمضان. റമദാനിൽ എല്ലാ ദിവസവും 10 സലാം വീട്ടല് 20 റക്അത്ത്. ഈ 2 റക്അത്തില് പിന്നെ സലാം വീട്ടുമ്പോ അങ്ങനെയാണല്ലോ. പിന്നെ അപ്പോ അതാ 20 റക്അത്താണ്. അസ്നൽ മത്വാലിബ് ഷാഫി ഫിഖാണ് ആ വൈലുണ്ട് 20 റക്അത്തുന്ന്. ومن السنن الراتبة قيام رمضان وهو 20 ركعة. ഷറഹുൽ മുഹദ്ദിബ് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങളുടെ ഷറഹുൽ മുഹദ്ദിബ് അതന്നെ തറാവീഹ് 20 റക്അത്താകുന്നു. وهي عندنا لغير أهل المدينة 20 ركعة حفاظ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിന്റെ തഹ്ഫിന്റെ ഭാഗത്ത് അങ്ങനെ നമ്മുടെ അടുക്കല് മദീനക്കാരല്ലാത്തവർക്ക് തറാവീഹ് നിസ്കാരം 20 മദീനക്കാർക്ക് 36. എന്താ അങ്ങനെ ആയത്? അത് സലഫു സാലിഹ്യങ്ങൾ അങ്ങനെ നിസ്കരിച്ചു പോകുന്നു. അതൊക്കെ ദീനാണേ. പാരമ്പര്യമായിട്ട് സലഫു സാലിഹ്യങ്ങൾ അങ്ങനെ നിസ്കരിച്ചു പോകുന്നത് അതൊക്കെ ദീനാ. മദീന നിവാസികൾ 36 നിസ്കരിച്ചു പോകുന്നത്. അതുകൊണ്ട് 36 നിസ്കരിക്കാൻ അവർക്ക് നിസ്കരിക്കാവുന്ന അതാ. 8 റക്അത്താണ് തറാവീഹ്. ഒറ്റ കുട്ടിയും പറഞ്ഞില്ല. അതല്ലേ വിഷയം അല്ലേ? ഇപ്പൊ ഞാൻ ഇപ്പം ഏതാ വായിച്ചത്? ഷാഫി മദ്ഹബ് വായിച്ചില്ലേ? ഷാഫി മദ്ഹബിന്റെ കിതാബുകളാണ് ഇതുവരെയൊക്കെ വായിച്ചത്. ഇനി ഹൻബലി മദ്ഹബ് നോക്കിയോളി. സുമ്മ തറാവീഹു, പിന്നെ തറാവീഹ് നിസ്കാരം വഹിയ അത് 20 റക്അത്തൻ, അത് 20 ആകുന്നു. യഖൂമു ബിഹാ ഫി റമദാന ഫി ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട് റമദാൻ മാസത്തിൽ അത് നിർവഹിക്കണം. വയൂത്തിറു ബഅദഹാ ഫി ജമാഅത്തി, ജമാഅത്തിലായിക്കൊണ്ട് തന്നെ ആ തറാവീഹിന്റെ ശേഷം പിന്നെ വിത്ർ നിസ്കരിക്കുകയും വേണം. ശറഉൽ കബീർ ഹംബലി ഫിഖ്ഹാണ് 20 റക്അത്ത് വരെ. നിങ്ങൾക്ക് ഹനഫി മദ്ഹബിന്റെ കിതാബ് സുന്ന ഫി റമദാന 20 റക്അത്തൻ, റമദാനിൽ 20 റക്അത്ത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. ബഅദൽ ഇശാഇ, ഇശാന്റെ ശേഷം. കണ്ടില്ലേ? ഹനഫി മദ്ഹബിന്റെ കിതാബാണ്. അപ്പൊ എല്ലാ മദ്ഹബിലും 20 റക്അത്താണുള്ളത്. പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഏതാണ്? മാലിക്കി മദ്ഹബില. അത് 8 വിഷയത്തിലല്ല, അങ്ങനല്ല. 20 36 എന്ന്. അതാ മാലിക്കി മദ്ഹബ് 36. ചിലർ അങ്ങനെ പറഞ്ഞു. മദീനക്കാരല്ലാത്തവർക്കും 36. ചിലർ 36 മദീന നിവാസികൾക്കുള്ളതാണ്, മറുഭാഗങ്ങൾക്ക് 20. ഏതായാലും ശരി, ആ ഒരു വിഷയത്തിലാണ് അഭിപ്രായം ഉള്ളത്. മറ്റേ 8 വിഷയത്തില് പിന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. 8 അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്നറിയാം. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, നാട്ടിൽ പോയിട്ട് വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം വീട് പണി തുടങ്ങി അത് എത്രയും വേഗം പൂർത്തിയാക്കുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന് അല്ലാഹു തആല നിങ്ങളെ സഹായിക്കട്ടെ. അനുയോജ്യമായ നല്ലൊരു വീടുണ്ടാക്കാനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് തുറന്നു തരട്ടെ. അത് അതിന്റെ മാർഗ്ഗം അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. തവള, ആമ, ഞണ്ട് എന്നിവ കഴിക്കാമോ? പെരുച്ചാഴി കഴിക്കാമെന്ന് പറയുന്നത് ശരിയാണോ? തവള കഴിക്കാൻ പാടില്ല. തവളനെ കഴിക്കാൻ പാടില്ല എന്നാ. തവളനെ കൊല്ലൽ റസൂൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പോ കൊല്ലൽ നിരോധിച്ചതിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം കണ്ടുപിടിച്ചത് അത് കഴിക്കരുത്. വലാ യഹില്ലു അക്ലുൽ ലഫ്ദഈന, തവള കഴിക്കല് ഹലാലാവുകയില്ല. ലിമാ റുവിയ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഖത്ലിൽ ലഫ്ദഈ, തവളയെ കൊല്ലുന്നത് റസൂൽ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ വലൗ ഹല്ല അക്ലുഹു, അത് തവളയെ കഴിക്കൽ ഹലാലാകുമായിരുന്നെങ്കിൽ ലം യൻഹ അൻ ഖത്ലിഹി, കൊല്ലൽ നിരോധിക്കില്ലല്ലോ അല്ലേ? തവള
തവളയുടെ മാംസം കഴിക്കൽ ഹലാലാണെങ്കിലേ കൊല്ലൽ നിരോധിക്കുമല്ലോ, കാരണം കൊല്ലാതെ തിന്നാൻ പറ്റുമല്ലോ. അപ്പൊ കൊല്ലൽ നിരോധിച്ചു, അതുകൊണ്ട് മനസ്സിലായി തവളന്റെ മാംസം കഴിക്കൽ ഹറാമാണ് എന്ന് മനസ്സിലായി. അപ്പൊ തവളർച്ച തിന്നാൻ പാടില്ല, ഹറാമാണ്. പിന്നെ ഇപ്പൊ എന്താ ചോദിക്കുന്നത്? ആമയും പറ്റൂല എന്നാണ്. രണ്ടഭിപ്രായമുണ്ട്. ആ രണ്ടഭിപ്രായത്തിൽ നിന്ന് ഏറ്റവും അസഹായ അഭിപ്രായം അനുസരിച്ച് പിന്നെ ആമന്റെ ഇറച്ചി കഴിക്കല് ഹറാമാണ്. അപ്പൊ ഹറാമല്ലാന്ന അഭിപ്രായവും ഉണ്ട്. സമുദ്രത്തിലെ ആമനെ കുറിച്ച് പറഞ്ഞു കേട്ടാ, സമുദ്രത്തിലെ ആമണ്ടല്ലോ അതിനെ കുറിച്ച് പറഞ്ഞത്. കടലാമ അത് ഹറാമാണ്, എന്നാൽ ഹറാമല്ല എന്ന അഭിപ്രായം ഉണ്ട്. പിന്നെ ഞണ്ടിനെ കുറിച്ച് ഹറാമാണ് അഭിപ്രായം, ഹറാമല്ല അഭിപ്രായം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞത് ഞണ്ട് കഴിക്കൽ ഏറ്റവും ചുരുങ്ങി കറാഹത്താണ്. കറാഹത്ത. പിന്നെന്താണ് മെരുവിനെ കഴിക്കാമോ എന്ന വേറല്ലേ? മെരുവിനെ കഴിക്കാൻ പാടില്ല, മെരുവിനെ തിന്നാൻ പാടില്ല എന്നാ. കാരണം മെരു പൂച്ചവർഗത്തിൽപ്പെട്ടതാണ് ഒരു ഹദീസ് ഉണ്ട്. അസെന്നൂറ് മിനൽ ഒരു മിനൽ ഹിറത്തി അങ്ങനത്തെ ഒരു അല്ലെ, എന്താ ഹദീസ് കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു ഹദീസ് സെന്നൂറിലല്ല, മെരു പൂച്ചന്റെ സഹോദരനോ സഹോദരിയാണോ അങ്ങനത്തെ ഒരു വാക്കോ അതിലേക്ക് പൂച്ചപ്പെട്ടതാണെന്നോ അങ്ങനത്തെ ഇതുണ്ട്. ഏതെന്ന് വെച്ചാൽ അതുകൊണ്ടല്ല, അത് മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒന്നുണ്ട്. പൂച്ചനെ കഴിക്കാൻ പാടില്ലല്ലോ, പൂച്ചനെ തിന്നാൻ പാടില്ല, അതുപോലെ തന്നെ മെരുവിനും തിന്നാൻ പാടില്ല. അലൽ മദ്ഹബി, നാടൻ മെരുണ്ട്, നാടൻ മെരു അത് കഴിക്കൽ ഹറാമാകും. നാടൻ മെരു. അപ്പൊ കാട്ടുമരുണ്ട്, അതാണ് അഹിലിയല്ലാത്ത അഹിലി മരുണ്ട്. അഹിലി മരു എന്ന് പറഞ്ഞാല് നമ്മുടെ നാടൻ മരുണ്ടല്ലോ, അത് പിന്നെ കഴിക്കൽ ഹറാമാ. മുസന്നിഫു, അത് മുസന്നിഫ് അതുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം ഉലമാക്കളും മെരുവിന്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല. വഫീഹി വജ്ഹുൻ അന്നഹു ഹലാലുൻ, ചെറിയ അഭിപ്രായം എന്റെ ഹലാലാണുള്ളത്, പക്ഷെ അത് വളരെ ദഈഫായ അഭിപ്രായമാണ്. وحكاه الرافعي عن أبي عبد الله البوسنجي من أصحابنا ولا يحل السنور له. വേറെ ഒരു ഇബാറത്താണ്, മെരുവിന്റെ ഇറച്ചി കഴിക്കല് എന്തല്ല ഹലാലാവുകയില്ല. എന്താ കാരണം? മെരുവിന്റെ ഇറച്ചി കഴിക്കല് ഹലാലാന്ന് പറയാൻ കാരണം ലിമാ റുബിയ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂൽ പറഞ്ഞു അൽ ഹിറത്തു സുബ്ഉൻ, സുബ്ഇൽപ്പെട്ടതാണ് ഏത്? പൂച്ച. ഹിംസജന്തു ഉണ്ടല്ലോ, ഹിംസജന്തുക്കൾപ്പെട്ടതാണ് പൂച്ച. അതുകൊണ്ടെന്തേ അതുകൊണ്ട് ഇപ്പൊ മെരുവിനെ കഴിക്കലേ ഹറാമാതെ കിട്ടിയ പൂച്ച പിന്നെ ഹിംസജന്തുക്കൾപ്പെട്ടതാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് കിട്ടിയാൽ മതി. കാരണം വേറെ ഹദീസിലുണ്ട് ഏത് പൂച്ചവർഗത്തിൽപ്പെട്ടതാണ് ഏത് മെരുന്ന്. അപ്പോ അതിന് മനസ്സിലായല്ലോ മെരുവിന്റെ മെരു പറ്റൂലെന്ന്. പൂച്ച അങ്ങനെയാണ്, പൂച്ച ഹിംസജന്തുക്ക അതിന്റെ തേറ്റുണ്ട്, ആ തേറ്റ അതിന്റെ ഇര അത് ചാടി പിടിക്കുന്നതാണ്. ഇര ചാടി പിടിക്കുന്ന ജീവിനെ കഴിക്കാൻ പാടില്ല എന്നാ. അതുപോലെ തന്നെ പിന്നെ തേറ്റുണ്ടല്ലോ, കൂർത്ത പല്ലുകള് രണ്ടു ഭാഗത്തുണ്ട്, അതും അങ്ങനത്തൊന്നും കഴിക്കാൻ പാടില്ല. അതാ വലിയ യസ്താദു ബിന്നാബി, അതാ അതിന്റെ തേറ്റപ്പല്ല് കൊണ്ട് അത് ഇര പിടിക്കുന്ന ജീവിയുമാണത്. അതിനും പറഞ്ഞോളൂ എഴുക്കുരുൾ ജീഫ അല്ലെ, ശവക്ക് തിന്നും ചെയ്യും ഏത് പൂച്ചയെ. പൂച്ചന്റെ ഇതാണ്, പൂച്ച ശവം തിന്നും, അതിന്റെ ഇരയെ അത് ചാടി പിടിക്കും. അതിന് പുറമെ അതിന് തേറ്റപ്പല്ലുണ്ട്, അതുകൊണ്ട് ഇര തേടും. അതുകൊണ്ട് അപ്പം എന്തായി പൂച്ച പിന്നെ ഫഹുവ, അപ്പോൾ പൂച്ച കൽ അസബി, നരിയെ പോലെയാണ്. അപ്പൊ പൂച്ചയിനെ പോലെ ആയിട്ട് നരി അങ്ങനെയാണല്ലേ, നരിക്ക് തേറ്റപ്പല്ലുണ്ട്, പൂച്ചക്കൊണ്ടുണ്ട്, അങ്ങനെയുണ്ട്. നരി അതിന്റെ ഇരയെ ചാടി പിടിക്കും, ഒപ്പം ഓടിയിട്ട് പൂച്ച ചെയ്യും. എല്ലയിലും അങ്ങനെ തന്നെയാണല്ലേ, എല്ലയും പൂച്ചനെ കണ്ടാൽ ശരിക്കും നരിന്റെ ആളല്ലേ. അതിന്റെ മുഖം കണ്ടില്ലേ, വജുഹുൽ ഹില്ലി മിസ്ലുൻ നംബി എന്നൊക്കെ പറഞ്ഞൊരു ഒരു പാട്ടുണ്ടായിരുന്നു പണ്ട് അറബി പുസ്തകത്തില്. പിന്നെ അപ്പോൾ പിന്നെ കുതിരന്റെ ഇറച്ചി കഴിക്കാന്നാണ് ഒരാളുടെ ചോദ്യം. കുതിരന്റെ ഇറച്ചി കഴിക്കാം, കുതിരപ്പാല് കുടിക്കാം, കുതിരന്റെ മാംസം കഴിക്കാം, ഒക്കെ അനുവദനീയമാണ്. മാന്റെ പാലുണ്ടല്ലോ, മാന്റെ പാല് കഴിക്കാം, മാന്റെ ഇറച്ചി തിന്നാം, കുതിരന്റെ പാല് കുടിക്കാം, കുതിരന്റെ ഇറച്ചി കഴിക്കാം. കുതിരന്റെ ഇറച്ചി വ്യാപകമായി കഴിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. കുതിരന്റെ പാല്
വ്യാപകമായി കുടിക്കുന്ന രാജ്യങ്ങളുണ്ട്. ചായപ്പൊടികളിലൊക്കെ കുതിരപ്പാൽ രാവിലെ ഏറ്റുകൊണ്ടു കൊടുക്കത്തരെ. എവിടെ കണ്ട? ഉസ്ബെക്കിസ്ഥാനിലൊക്കെ, മധ്യേഷ്യൻ രാജ്യങ്ങളിൽ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അല്ലാഹു റബ്ബി. ഇന്നിപ്പോ എന്താണ്? ഉലുഹിയത്തിന്റെ തോല് ലേലം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉലുഹിയത്തിന്റെ തോല് അത് സദഖ കൊടുക്കുക, അത് വിൽക്കാൻ പാടില്ല, ഒരാൾക്കും വിൽക്കാൻ പാടില്ല. ഉലുഹിയത്തിന്റെ തോല് ആർക്ക് ഇങ്ങനെ ഉലുഹിയത്തെ അർത്ഥ ആൾക്കുണ്ടല്ലോ, അയാൾക്ക് അത് ലേലം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു നിലക്കോ വിൽക്കാനും പാടില്ല. അത് കൂലിയായി കൊടുക്കാനും പറ്റില്ല, അതിന് പണിക്കാർക്ക് കൂലിയായി കൊടുക്കാനും പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? അത് മാംസമൊക്കെ സദഖ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ തോലും സദഖ ചെയ്യേണ്ടതാകുന്നു. അതല്ലെങ്കിൽ ഇനി നിർബന്ധമായ ഉലുഹിയത്തല്ല, സുന്നത്തായ ഉലുഹിയത്താണ് നിൽക്കുക. എന്നാലിപ്പോ ആ മൃഗത്തിന്റെ ആ മാംസം ആ അർത്ഥാൾക്കും കഴിക്കാലോ. അതുപോലെ ആ അർത്ഥാൾക്കും എന്ത് ചെയ്യാം? ആ തോല് കൊണ്ട് ഉപയോഗിക്കാം. ഉറക്കിട്ട് ചെരുപ്പുണ്ടാക്കുക അങ്ങനെ ചെയ്യാലോ, അത് പറ്റും. കീരിയെ തിന്നാൻ പറ്റുമോ? ഇല്ല. അല്ല, കീരിയെ തിന്നാൻ എടുത്തുണ്ടല്ലേ? ഉണ്ട്. കീരിനെ കുറിച്ച് അതിപ്പോ ഏത് കീരിയാണാവോ? ഞാനിപ്പോ ആ ഹദീസ് ഇങ്ങനെ അല്ല സഹല മഹദബില് അതിനെ ആ വിഷയം കണ്ട്. പക്ഷെ അത് വൈദ്യ ഉള്ളത് ഇബ്നുആവല്ല. ഇബ്നുആവെന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നുആവ പറഞ്ഞാല് മറ്റേ എന്താണ്? കൂനൻ എന്ന് പറയും. മറ്റേ കുറുക്കനല്ല, കുറുക്കൻ സാലബാണ് അല്ലേ? ഫോക്സ് അല്ല, സാലബെ തിന്നാ. ഇബ്നുആവനെ തിന്നാൻ പറ്റാത്തത്. ഇബ്നുആവ കുറുക്കനായി തിന്നാൻ പറ്റൂല. പിന്നെ കുറുനരി ഉണ്ടല്ലേ, കുറുനരി, അതാണ് സാലബ്, അത് കഴിക്കാം, അത് തിന്നാന്ന. കുറുനരിയാണ് നരിയൊന്നല്ല, അതിന്റെ പേരങ്ങനെ ആയിരുന്നുള്ളൂ. കീരിനെ തിന്നാനാണ് നമ്മളെ ഷറഹ്മദിയിൽ തിന്നാനാണ് കാണുന്നത്. പക്ഷെ അതിപ്പോ നമ്മുടെ നാട്ടിലത്തെ കീരി തന്നെയാണോ? ഇനി അറബ് രാജ്യത്തൊക്കെ മധ്യപ്രദേശ ദേശങ്ങളിൽ ഇനി വേറെ വല്ല കീരി ഉണ്ടാവാതറിയില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ദുബായിലെ ജോലി നഷ്ടപ്പെട്ടു, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിനേക്കാളും ഖൈറായ ജോലിയും അതിൽ അല്ലാഹു ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഉലുഹിയത്തിന്റെ മൃഗത്തിന്റെ തോല് ലേലം ചെയ്ത് പൈസ സദഖ ചെയ്താൽ പോരെ? പറ്റൂല, അതും ചെയ്യാൻ പറ്റൂല എന്നാ. പൈസ അത് ആ അവകാശികൾ അത് ആർക്കും കൊടുക്കാട്ടെ, അവരെന്ത് ചെയ്തോട്ടെ. നമ്മൾ ഇന്നലൊക്കെ പറയുന്നല്ലോ, സക്കാത്തെ ഈ സക്കാത്തിന്റെ അവകാശികളാണ് അവർക്ക് കിട്ടിയത് കൊണ്ട് എന്താണ് തീരുമാനിക്കേണ്ടത്. അതല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുക അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാൻ അങ്ങനെ പറ്റൂല. അപ്പൊ ഉലുഹിയത്തിന്റെ പിന്നെ ആ മൃഗം ആ തോലെന്ത് ചെയ്യുക? നമ്മള് ഫഖീർ മിസ്കിന്മാർക്ക് അവർക്ക് കൊടുക്കുക. അവരതുകൊണ്ട് അത് വിൽക്കുകയോ അതല്ലെങ്കിൽ ഇനി അത് പിന്നെ ഊറക്കിട്ട് ചെരുപ്പുണ്ടാക്കുക അല്ലെങ്കിൽ ബാഗ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യാനല്ലേ. ഹഖീഖത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അത് വിൽക്കാൻ പാടില്ല, അതിലൊന്നും വിൽക്കാൻ പാടില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ മാൻ ഇറച്ചി കഴിക്കാമോ? കഴിക്കാമെന്ന്. മാനിറച്ചി കഴിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞണ്ട്, തവള എന്നിവ കഴിക്കാൻ പറ്റുമോ? അതിനെപ്പോ നേരത്തെ പറഞ്ഞത്. ഞാൻ നേരത്തെ പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞ PM ആയിരിക്കും അല്ലേ? അത് വേറെ PM ആയിരിക്കും. ഞണ്ട് കഴിക്കാൻ പാടില്ല. ഉത്തരം കിട്ടില്ല, ആയിക്കോട്ടെ. ഞണ്ട് കഴിക്കാൻ പാടില്ല. ഞണ്ടല്ല ഇത് തവളയെ കഴിക്കൽ ഹറാമാണ്. ഞണ്ട് കടൽ ഞണ്ട് അത് ഹറാമാണെന്ന് അഭിപ്രായമുണ്ട്, ഹറാമല്ല എന്ന അഭിപ്രായമുണ്ട്. അത് ഏറ്റവും ചുരുങ്ങിയത് അത് ഏതായാലും കറാഹത്താണ്. ഹറാമല്ലെങ്കിൽ തന്നെ കറാഹത്താണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ വൈഫിന്റെ സഹോദരിക്ക് മാനസിക അസ്വാസ്ഥ്യം ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ ബർക്കത്ത് കൊണ്ട് അവർക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദെ, അഖീഖത്ത് അറുക്കുന്നതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാ? അതിനിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഇന്നിപ്പോ പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ മറുപടി. ഈ PM വായിച്ചിട്ട് തന്നെയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞിട്ടാ?
അത് ചോദിച്ചാൽ പറഞ്ഞപ്പോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആ PME തന്നെ അദ്ദേഹം എപ്പോഴും ഇല്ലാതെ ഒന്ന് അദ്ദേഹം എന്താണ് മുമ്പ് ചോദിച്ചതിപ്പോ ഞാൻ നേരത്തെ മറുപടി പറഞ്ഞേ. അദ്ദേഹത്തിന് ഒഴിവുണ്ടാവില്ല, അങ്ങനെ ജോലി തിരക്കില്ലായിരിക്കും. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം. അത് വേറെ അല്ലേ. ഇന്നാലില്ലാഹി വഇന്നാ റാജിഊൻ. പാങ് പള്ളി പ്രസിഡന്റും പണ്ഡിതനുമായ EK ഉസ്മാൻ ബാഖി ഞാൻ മുസ്ലിം ഇന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഇന്നാലില്ലാഹി വഇന്നാ റാജിഊൻ. നമ്മുടെ ബന്ധപ്പെട്ട ആളായിരുന്നു. നമ്മുടെ ചെറിയ കുടുംബമുണ്ട്. പിന്നെ കാട്ടിപ്പരുത്തി പള്ളിയിൽ അദ്ദേഹം മുദരിസായിരുന്നു. അദ്ദേഹം മരിച്ചു എന്നാ പറഞ്ഞു. ഇന്നലില്ലാഹി വഇന്നാ റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും അദ്ദേഹം ചെയ്ത എല്ലാ സ്വാലിഹായ അമലുകളും അല്ലാഹു സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ സ്വാലിഹായ അമലുകളെ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന് തുണയായി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. മുജാഹിദുകൾക്ക് റുകൂഇൽ തുടർന്നാൽ റകഅത്ത് കിട്ടുമോ? മുജാഹിദുകൾക്കോ? അതെനിക്കറിയില്ലോ. മുജാഹിദുകൾക്ക് റുകൂഇൽ തുടർന്നാൽ റകഅത്ത്, അതുപോലെ അതിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് കിട്ടും. റുകൂഇൽ തുടർന്നാൽ വെച്ചാൽ റുകൂഇൽ തുടർന്നാൽ മാത്രം പോരാ. തക്ബീറത്തുൽ ഇഹ്റാം ഇമാം റുകൂഇൽ നിന്ന് ഉയർന്നതിന് മുമ്പ് ഇയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ചെറിയൊരു അടങ്ങി താമസികൾ നൃത്തത്തിൽ വേണം. അതിനുശേഷം റുകൂഇൽ പോയിട്ട് റുകൂഇലും ചെറിയൊരു അടങ്ങി താമസിക്കൽ വേണം. അതിനുശേഷം ഇമാം റുകൂഇൽ നിന്ന് ഉയർന്നെങ്കിലേ ആ റകഅത്ത് കിട്ടുള്ളൂ. അല്ല മഞ്ചിനെ പോയിട്ടുണ്ട് അങ്ങനെയല്ലോ അല്ലേ. ആ റുകൂഇൽ പോയപ്പോഴേക്കും ഇമാമിന് ഉയരും ചെയ്ത് അങ്ങനെ നല്ല റകഅത്ത് കിട്ടൂല. ഇമാം റുകൂഇലേക്ക് ഇയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിട്ടേ ചെറുതായിട്ടൊന്ന് അടങ്ങി താമസിക്കണം. ഒരു സുബ്ഹാനല്ലാഹ് ഖദറെങ്കിലും ഒന്ന് അടങ്ങി താമസിക്കണം. എന്നിട്ട് റുകൂഇലേക്ക് പോകണം. റുകൂഇലും ചെറിയൊരു അടങ്ങി താമസിക്കൽ ലഭിച്ചതിന് ശേഷമാണ് ഇമാമ് റുകൂഇൽ നിന്ന് ഉയർന്നതെങ്കിലേ ആ റകഅത്ത് കിട്ടുള്ളൂ. മുൻ നെസ്ലേറ്റ് നേതാവും സാംസ്കാരിക പ്രവർത്തകനും ഇടതുപക്ഷ സഹായകനുമായ TN ശേഷനോ? ആ TNന്റെ ശേഷം എനിക്കത് കാണുന്നില്ല. എന്റെ TN ശേഷം ഉണ്ടായിരുന്നുണ്ടല്ലേ. ബാബുവാ ജോയി ആയിക്കോട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഇനി ഇസ്ലാമിനെ വിശ്വസിക്കാൻ തൗഫീഖ് നൽകിയില്ലേ. ഇനി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ആക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈമാനോട് കൂടി മരിപ്പിക്കുകയും ചെയ്യട്ടെ. അവ്വലിങ്ങളോട് കൂടി സാബിഖീങ്ങളോട് കൂടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാത്തൊരു നിഅമത്താണല്ലേ. കാലാകാലം നരകത്തിൽ കടക്കേണ്ടുന്ന ഒരു മനുഷ്യൻ അല്ലേ, അതിന് രക്ഷപ്പെട്ടില്ലേ. അൽഹംദുലില്ലാഹ്. അല്ലാത്തൊരു നിഅമത്തിനാണല്ലോ. ഉസ്താദെ ജസാക്കുമുല്ലാഹ്, പഴയ സ്വർണം വാങ്ങി തിരിച്ചു അയാൾക്ക് പുതിയ സ്വർണം കൊടുക്കുമ്പോൾ പലിശ വരുമോ? പഴയ സ്വർണത്തിന് പകരം വിൽക്കുമ്പോൾ തൂക്കം സമമായിരിക്കണം. റൊക്കം കൊടുക്കുകയും വേണം. റൊക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലുണ്ടല്ലോ, അത് ആ സദസ്സിൽ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും വേണം. പിന്നെ എന്തും വേണം, അത് സമമാവുകയും വേണം. 10 ഗ്രാം സ്വർണം വാങ്ങുകയാണ്. അപ്പൊ അങ്ങോട്ട് കൊടുക്കണം സ്വർണ്ണാണ്. 10 ഗ്രാമിന് സ്വർണം കൊടുക്കണം. അത് തന്നെ നടക്കുവാണല്ലേ. ഇപ്പൊ എന്താണ് അല്ലാഹു തആലയുടെ ദീനാണിത്. ഒരു വഞ്ചനയും ചതിയും ഒന്നും ഉണ്ടാവാൻ പാടില്ല ആ വിഷയത്തില്. സ്വർണത്തിന് പകരം വിൽക്കുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. പഴയതാവട്ടെ പുതിയതാവട്ടെ, സ്വർണത്തിന് പകരം വിൽക്കുമ്പോൾ രണ്ടിന്റെയും തൂക്കം സമമാവണം. പിന്നെ ഇനി ഒന്ന് കാട്ടും ഒന്ന് റൊക്കം അങ്ങനെ പറ്റൂല. അത് റൊക്കം കൈമാറുകയും വേണം. അപ്പൊ ഇത് സാധാരണ നമ്മൾ പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങാറുണ്ടല്ലേ, അങ്ങനെ കൊടുക്കരുത്. നമ്മൾ ആ പഴയ സ്വർണം വിൽക്കുക. ആ പഴയ സ്വർണം പൈസക്ക് പകരം വിൽക്കുക. സ്വർണത്തിന് പകരല്ല, പൈസക്ക് പകരം വിൽക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാ? എന്നിട്ട് പിന്നെ പുതിയ സ്വർണം പൈസക്ക് പകരം വാങ്ങും ചെയ്യുക. അങ്ങനെ പറ്റുള്ളൂ. നേരെ മറിച്ച് മറ്റതാണെങ്കിൽ സമയത്ത് തന്നെ ഒരേ തൂക്കത്തിൽ കൊടുക്കുക. അപ്പൊ അതിന് നഷ്ടമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ ചെയ്യുമല്ലോ. പഴയ സ്വർണത്തിന് അത്ര പുതിയ സ്വർണത്തിന് വരെ കിട്ടുമല്ലോ. അപ്പൊ ഇങ്ങനെ പറ്റുള്ളൂ. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദെ, ഞാൻ രാവിലെ ഖുർആൻ ക്ലാസ്സിൽ ഉണ്ടാകാറുണ്ട്. എന്റെ പ്രശ്നം, എനിക്ക് 5 മിനിറ്റിൽ കൂടുതൽ നേരം ഒളു പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ എങ്ങനെ മുസ്ഹഫ് പിടിക്കാൻ
പിടിക്കും, അസുഖം മാറാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. ആ രോഗം അല്ലാഹു തആല വേഗം മാറ്റി തരട്ടെ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും വിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ടും നിങ്ങൾക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നിങ്ങൾ 5 മിനിറ്റിൽ കൂടുതൽ പറ്റൂലെങ്കിലേ നിങ്ങൾ മുസാഹിബ് തൊടാൻ പാടില്ല. മുസാഹിബ് തൊടാതെ ഓതുക. ഖുർആൻ ഓതാൻ ഒന്നും വേണ്ട. ഖുർആൻ ഓതാൻ സുന്നത്താണ്, നിർബന്ധമല്ല. ഖുർആൻ തൊടാനും ചുമക്കാനൊക്കെയാണ് ഒരു നിർബന്ധമുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒതുക്കാത്താവാൻ നിങ്ങൾ ഉള്ളില്ലാത്ത സമയത്ത് ഖുർആൻ തൊടാൻ പാടില്ല. നിർബന്ധമായ ഖുർആനോത്തിന് വേണ്ടി എന്ത് ചെയ്യാം? നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണല്ലേ? നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. മോൾക്കാണെങ്കിൽ ഫാത്തിഹ കാണാതെ അറിയും ചെയ്യൂല. അപ്പൊ ഖുർആൻ പിന്നെ നോക്കിയിട്ട് ഓതാൻ ഞങ്ങൾക്ക് ഫാത്തിഹയോട് അങ്ങനത്തെ ആളാണെന്ന് വിചാരിച്ചാൽ നിങ്ങള് അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ഖുർആൻ പിടിക്കാതെ ഓതാനും ഇല്ല. അങ്ങനത്തെ ആൾക്ക് നിസ്കാരം സഹിയാവാൻ വേണ്ടി ഈ മൂത്രവാർച്ചക്കാരനായ ആളാണ്, അയാൾക്ക് ഒന്നും ഉണ്ടാവില്ലോ. മൂത്രവാർച്ചക്കാരനായ ആളാണ്, അല്ലെങ്കിൽ ഇസ്തിഹാദത്തുള്ള പെണ്ണാണ്, അവൾക്കാണെങ്കിലോ ഫാത്തിഹ കാണാതെ അറിയില്ല, നിസ്കാരം നിർബന്ധമാണ്. അപ്പൊ ഫാത്തിഹ ഓതാൻ വേണ്ടി ഖുർആൻ മുസാഹിബ് പിടിച്ചുകൊണ്ട് ഓതാം. സൂറത്ത് ഓതാൻ വേണ്ടി പറ്റൂല, കാരണം സൂറത്ത് ഓതാൻ നിർബന്ധ സുന്നത്താ. എന്താലേ അത് പറ്റൂല. എന്താണ് എന്തെന്ന് എന്താണെങ്കിലും നാളല്ലേ എന്താണെങ്കിലും ഒരു വീഡിയോ എന്താണോ കൊണ്ട് അത് പിശാചിക ശല്യം ഉള്ളത് കൊണ്ടാണോ എന്നത് മനസ്സിലാണില്ല. റഹ്മാൻ എങ്ങനെ വിടുക? എന്താണെങ്കിലും വീഡിയോ കണ്ടാൽ പിന്നെ അത് മനസ്സിൽ തന്നെ കൊണ്ടേയിരിക്കുന്നു. നിസ്കാരത്തിനും അത് പൈശാചിക ശല്യം ഉള്ളത് കൊണ്ടാണോ? അതിനകത്തന്നെയുള്ളോ വീഡിയോ കണ്ടില്ലേ? സിനിമ ഒക്കെ കണ്ട് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താണ് പറയല്, എന്നുണ്ടാവുന്ന സിനിമല്ലേ? നമ്മുടെ ടെലിവിഷനൊക്കെ ഉണ്ടാവില്ല, ഇപ്പോഴുണ്ടാവുന്ന സിനിമ മുസൽസൽ എന്താണ്? സീരിയൽ ചില വിഷയങ്ങൾ നമ്മുടെ വായലിങ്ങനെ കിട്ടുന്നതിന് കടിക്കും, ആ പദം പഠനം കിട്ടൂല പെട്ടെന്ന്, അങ്ങനെ ഉണ്ടാവും ചില വിഷയങ്ങൾ. സാധാരണ നമുക്ക് നമ്മൾ ഉപയോഗിക്കണൊക്കെ തന്നെ ഇക്കാരം, എന്നാലും ചില സമയത്ത് അത് കിട്ടൂല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കാണുന്ന ആളുകൾ ലെൻസ് കഴിക്കുന്ന സമയം മഗ്‌രിബിന്റെ ശേഷം ഈ കാലം ചിലപ്പോ കണ്ടിട്ടുണ്ടാകേ ഒരു അല്ലെ, മഗ്‌രിബിന് ശേഷം ഈ കാലം പിന്നെ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഇശ വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഇശ നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ചിലപ്പോ എന്തെങ്കിലും വിഷമം ഉണ്ടായതേ കാരണം അതിന്റെ ആ അവസാന ഘട്ടത്തിൽ ചെയ്യാൻ നിർത്തിയിട്ടുണ്ട്. എന്റെ ഫോൺ നിസ്കരിക്കുമ്പോ പടച്ചോനെ പോകണ്ട, ആരിപ്പോ എന്തായിക്കണാവോ അല്ലേ? വല്ലാത്തൊരു പൊട്ടം കളിപ്പിക്കലിനാണ് ഇപ്പൊ ഇതില്ലേ. ഈ മനുഷ്യന്മാരെ പൊട്ടനാക്കുക. ഓൻ ആ വേജാറില നിസ്കരിക്കുന്നത് ഓളുടെ ഹാരിപ്പോ എന്തായിക്കണോ വെച്ചിട്ടുള്ളത്. ഏതായാലും ശരി, അതൊക്കെ പൈശാചികമാണ്. അത് അല്ലാഹു തആലാനെ കുറിച്ചുള്ള ആ ചിന്തയിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ വേണ്ടി, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുന്നതിൽ മനുഷ്യനെ അകറ്റാൻ വേണ്ടിയുള്ള ഓരോ പൈശാചിക വിഷയം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ നിസ്കാരമൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിലുള്ള, പൂർണ്ണമായി സവാബ് ലഭിക്കുന്ന രീതിയിലുള്ള നിസ്കാരം ആക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഒരു വയസ്സുള്ള 2 ആടുകൾ ആയാൽ മതിയോ? പറ്റൂല. ആടിന് ഉദയത്ത് ഇറക്കുമ്പോൾ അഫീഖത്തൊക്കെ ഇറക്കാണില്ലേ, ആ ആടിന് 2 വയസ്സ് തന്നെ ആവണം. 1 വയസ്സായ 2 ആട് അങ്ങനല്ല. 2 വയസ്സ് തന്നെ ആയ ഒരാട്. 2 വയസ്സായ ആട് എത്ര ഇറക്കാം? 1, 2, 3, 4 ഒക്കെ ഇറക്കാം. പക്ഷെ ഓരോന്നിനും 2 വയസ്സായ നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നടുവേദനയാണ്, ആശ്വാസത്തിന് വേണ്ടി ദുആ ചെയ്യണം. അബുദാബിയിലാണ് നടുവേദന, ജോലിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ എത്രയും വേഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിങ്ങൾക്ക്
പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. ജോലിക്ക് ബുദ്ധിമുട്ട് തന്നെയാണോ? നടുവേദന ഉണ്ടാവും. നടുവേദന വല്ലാത്തൊരു അസുഖമാണ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, കറിയിൽ ഒരു ചെറിയ ഉറുമ്പ് വീണു. ചൂടുള്ള കറിയായതിനാൽ ഉറുമ്പ് വീണ ഉടനെ ചത്തു. ആ കറി കൂട്ടാൻ പറ്റൂല. അതിനെ ചത്തിട്ടില്ല എന്നല്ലേ? എന്തിനാ അത് ചത്തിട്ടില്ല? അത് വേഗം എടുത്തിടുക അല്ലേ? അത് ചത്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. അതാണ് ചത്തിക്കുന്ന ഉറപ്പുള്ള നിൽക്കാൻ പറ്റൂല. ശവമുള്ള അല്ലേ? ശവം, ചെറിയ ജീവിന് ശവം പറ്റൂല. ശവം പിന്നെ കറിയിലോ ഇങ്ങനത്തെ മായയായ സാധനത്തിലായി എന്നാൽ അത് നിജസാണ്. അപ്പൊ അത് അതിനൊക്കെ അതാണ്. അതതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം അടുത്ത് തന്നെ അത് ചത്തിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ശംസുലിമിനെ കുറിച്ച് പറഞ്ഞേക്കട്ടാ, ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. മൂപ്പര് അദ്ദേഹം നിസ്കാരം കഴിഞ്ഞിട്ടെങ്കിൽ ഇരിക്കാത്തല്ലേ. മൂപ്പരെ കുപ്പായത്തിന്റെ അങ്ങനത്തെ ഒരു ഉറുമ്പ് ചത്ത് എടുക്കണേ. കുപ്പായത്തിന്റെ കൈയിന്റെ കപ്പുമരോ മറ്റോ അങ്ങനെ ഒരു ഉറുമ്പ്. ആ മൂപ്പര എടുത്തുള്ള ആരോ പറഞ്ഞത്രേ ഉസ്താദ് ഒരു ഉറുമ്പ്, ചത്ത ഉറുമ്പിന്റെ കുപ്പായത്തിന് മൂപ്പര അതാണ് കുത്തിയാണ്. പോടോ അത് ഉറങ്ങില്ലേ എന്താ മൂപ്പര്. അപ്പൊ അന്നാണതേ പോടോ അത് ഉറങ്ങില്ലേ. ചായയിലൊക്കെ അങ്ങനെ തന്നെയാണ്. ചായയിലും മറ്റു മായയായ നീരായ സാധനത്തിലൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ്. ജീവിയുടെ ശവം ഉണ്ടല്ലോ, ആ ശവത്തിന് ശവം നിജസാണ്. അതിനൊട്ട് അഫുമില്ല. പിന്നെ അതിൽ നിന്നും തന്നെ പിരിഞ്ഞുണ്ടായതുണ്ടാവും. അതിനൊക്കെ ഉണ്ട്. ആ വസ്തുവിൽ തന്നെ പിരിഞ്ഞുണ്ടായ ചില പുഴുക്കളൊക്കെ ഉണ്ടാവും. അതിനെ തൊട്ടൊക്കെ അഫുണ്ട്. അതല്ലാതെ പുറത്തുനിന്നുള്ള ഒരു ജീവി അത് മായയായ നീരായ സാധനത്തിൽ എന്ത് ചെയ്തു പിന്നെ അതിന്റെ ശവം കെടുന്നു എന്നാൽ അതിന് തൊട്ട് അഫുമില്ല എന്നുള്ളതാണ്. കസേര ഉപയോഗിച്ച് നിസ്കരിക്കുന്ന ആൾ സുജൂദിന്റെ സമയം മാത്രമേ കസേരയിൽ ഇരിക്കൂ എങ്കിൽ നിൽക്കുമ്പോൾ കസേര എവിടെയാണ് ഇടേണ്ടത്? നിൽക്കുമ്പോ കസേര എവിടെ ഉണ്ടെന്നല്ല നമ്മൾ ഫിഖ്ഹി ചർച്ച. ഓന്റെ കാലവിടെ വെക്കേണ്ടത് എന്നുള്ളതാണ്. അല്ല ഇതുണ്ടാവുള്ളൂ. കസേര എവിടെ ഇടേണ്ടത് എന്നൊരു ഫിഖ്ഹിന്റെ ചർച്ചയിലുണ്ടാവുമോ? നിന്ന് നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ അയാളുടെ കാലിന്റെ മടമ്പ് അയാളുടെ കൂടെ നിൽക്കുന്ന ആളുടെ മടമ്പിന്റെ ഒപ്പം വെക്കേണ്ടത്. അതാണ്. നിന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ സഫ് എങ്ങനെ ഒപ്പിക്കേണ്ടത്? മടമ്പ് കൊണ്ടാണ് സഫ് ഒപ്പിക്കേണ്ടത്. ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിലോ ചന്തിക്കെട്ട് കൊണ്ടാണ് സഫ് ഒപ്പിക്കേണ്ടത്. എല്ലാവരുടെയും ചന്തിന്റെ പിൻഭാഗം അതൊക്കെ ഒപ്പാവുക. ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഇനി അവന്റെ മടഭാഗത്തൊക്കെ ഉള്ള ആളുകൾ നിന്നിട്ടാണ്, ഇവന് ഇരുന്നിട്ടാണ്. എന്നാൽ അവന്റെ ചന്തിന്റെ പിൻഭാഗം ആ നിന്ന് നിസ്കരിക്കുന്ന ആളുകളുടെ മടമ്പിന്റെ ഒപ്പമാവുക. ഇങ്ങനെയാണ്. കസേരകൾ എവിടെ തരുമുണ്ടില്ല. അങ്ങനെയാണ് എന്റെ കണക്ക്. പിന്നെ കൂറയോ എന്തെങ്കിലും ഇറുമ്പന്നെ അഫൂല്ലാണെങ്കിൽ കൂറൊക്കെ അഫു ഉണ്ടാവില്ല. നീരായ സാധനത്തിലെ ദ്രാവകമായ സാധനമല്ല, വെള്ളമല്ലാത്ത വെള്ളം ശുദ്ധിയാക്കാൻ സാധിക്കും. മറ്റുള്ള ശുദ്ധിയാക്കാൻ പറ്റുമല്ലോ. വെള്ളമല്ലാത്ത മറ്റ് അല്ലേ, വെള്ളം ശുദ്ധിയാക്കാൻ പറ്റൂലേ? ഒരു ഗ്ലാസ് വെള്ളത്തിന് നജസായി ശുദ്ധിയാക്കിക്കൂടെ? അങ്ങനെയിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്ത് ചെയ്ത് നജസായി അല്ലേ? അത് ശുദ്ധിയാക്കാൻ എന്ത് ചെയ്യാം? രണ്ടു കൊല്ലത്തുള്ള വെള്ളത്തിൽ കണ്ട് ഒഴിച്ചാൽ പോരെ? 2 കൊല്ലത്ത് വെള്ളമുള്ള ഒന്നിൽ കണ്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെ ആ ഗ്ലാസ് ഒന്ന് മുക്കി എടുത്താൽ മതി അല്ലേ? അവര് ശുദ്ധിയായില്ലേ? അതേ സമയത്ത് പിന്നെ പാല് അല്ലെങ്കിൽ തൈര്, അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചായ, കറി ഇങ്ങനെയുള്ള സാധനമൊക്കെയാണ്. അത് ശുദ്ധിയാക്കാൻ ഒരു മാർഗമില്ല. എത്ര ഉണ്ടായാലും ശരി ശുദ്ധിയാക്കാൻ മാർഗമില്ല. ഉറച്ചതാണെങ്കിൽ അത് പോയിട്ടാൽ മതി. ഉറച്ചതാണെങ്കിൽ ആ നജസ് അതിൽ എടുത്തു കഴിയുക. ആ നജസ് തട്ടിയ സ്ഥലവും കൊണ്ട് എടുത്തു കളഞ്ഞാൽ മതി. കിതാബിലൊക്കെ ഉണ്ടല്ലോ, നെയ്യിൽ എന്ത് എലി വീണു അല്ലേ? ഉറച്ച നെയ്യാണ്, അതിൽ എലി വീണെന്ന് എന്ത് ചെയ്താൽ മതി? ആ എല്ലാം എടുത്തുക. പിന്നെ ആ എലിന്റെ ശരീരം തട്ടിയ ആ ഭാഗം ഉണ്ടാവില്ല ആ നെയ്യിൽ നിന്ന്, അതും അവിടുന്ന് ഇട്ടാൽ മതി. ബാക്കിയുള്ളത് ശുദ്ധിയാണ്. നേരെ മറിച്ച് ദ്രാവകമായതാണെങ്കിലോ നീരായ സാധനമാണെങ്കിലോ അത് മുഴുവൻ നജസാവുകയും ചെയ്തു. അത് മുഴുവൻ ഒഴിച്ചാലല്ലാതെ വേറെ മാർഗമില്ല.
അത് ഭക്ഷിക്കാൻ പറ്റൂല എന്ന്. അതാണ് നെയ്യ്. അങ്ങനത്തെ നെയ്യൊക്കെ ആയാലും ഭക്ഷിക്കാൻ പറ്റൂല. വേറെ ഇതിനൊക്കെ ഉപയോഗിക്കാം, നേർച്ച വെക്കാനോ അങ്ങനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നജസാണ്. പിന്നെ നിസ്കരിക്കേണ്ട സമയത്ത് അത് കഴുകി വൃത്തിയാക്കണം. കാരണം മനസ്സായിട്ടുണ്ടല്ലോ. നേർച്ചക്കും അഖീഖത്തിനും കൂടി ഒരു ആട് മതിയോ? ഉലുഹിയ്യത്തിൽ അഖീഖത്തിന് ഷെയർ കൂടാമോ? ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു എസ്സടിച്ചാൽ നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഈ ചോദിച്ച ആള് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ PM ഒരു എസ്സടിക്ക്. ഉണ്ട് ഒരു എസ് വിടട്ട താമസം ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കമ്പ്യൂട്ടർ അല്ലെ അതിന്റെ നെറ്റ് സ്പീഡ് കുറവായിരിക്കും. ഒരു എസ് തന്നെ അടിച്ചിട്ടുള്ളൂ. ആയിക്കോട്ടെ. ആടാണെങ്കിലേ ഒരു വിഷയത്തിന് ഒന്ന് അതേ പറ്റുള്ളൂ. ഒരു ആടിനെ 2 വിഷയത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. ഒരാടിനെ 2 വിഷയത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. ആയിക്കോട്ടെ. ഒരാടിനെ 2 വിഷയത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുകയില്ല. ഉലുഹിയ്യത്തും അഖീഖത്തും കൂടി ഒരാടിന് ഇറക്കുക അത് പറ്റൂല. അല്ലെങ്കിൽ ഒരാൾ ഒരു അർത്ഥം കൊടുക്കാൻ നേർച്ചയാക്കിയിരുന്നു, ആ നേർച്ചയാക്കിയതും അഖീഖത്തും കൂടി ഒരാട് അത് പറ്റൂല. അപ്പൊ ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ ഒരു വിഷയത്തിൽ ഒന്ന് അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഒന്നിനെ ഒരു വിഷയത്തിൽ തന്നെ ആക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ആടല്ല, പോത്തോ മൂഴിയോ ഒക്കെയാണ് നിൽക്കുക. അല്ലെങ്കിൽ എരുമൊക്കെ ഉണ്ടല്ലോ, എരുമ പശു ഇങ്ങനൊക്കെ ഉള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഈ 7 വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ അർത്ഥം കൊടുക്കാൻ നേർച്ചയാക്കിയിരുന്നു അല്ലെ, അപ്പൊ അതും അതിൽ ഉൾപ്പെടുത്താം. അതിന് അഖീഖത്ത് അതിലത്തെ ഓരോ ഹരി അഖീഖത്താക്കാം, ഓരോ ഹരി ഉലുഹിയ്യത്താക്കാം, അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ ആടല്ലാത്ത മൃഗങ്ങളാണെങ്കിൽ പല വിഷയങ്ങളെയും അതിൽ ഉൾപ്പെടുത്താം. ആടാണെങ്കിൽ ഒരു വിഷയത്തിൽ ഒന്ന് ആനക്ക് തന്നെ പറ്റുള്ളൂ. മനസ്സിലാക്കണം നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലാക്കണാന്ന്. ആയിക്കോട്ടെ. ജീവനോടെ ചോറിൽ ഓടിക്കളിച്ചാൽ ചോറ് എടുക്കാമോ? കൂറെ ജീവനുണ്ട്. അതാണ് ഞാൻ ശവത്തിനെ കുറിച്ചാണ് പറഞ്ഞതേ. ശവത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ജീവനുള്ള പിന്നെ ഇറുമ്പ് അല്ലെങ്കിൽ കൂറെ എന്തെങ്കിലും ഭക്ഷണസാധനത്തിന് മേൽ കൂടി പോയി നിൽക്കുക. അതുകൊണ്ട് ആ സാധനം നേസാവൊന്നുമില്ല. അതിന്റെ ശവത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ശവാണ് നജസ്. മനസ്സിലാക്കണ? ഇനി ഇപ്പൊ തൽക്കാലം നിർത്തിയെങ്കിലും അല്ലെ കുറെ PM ഇനിയും ബാക്കി എത്ര ഉണ്ട്? ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി PMനൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറുപടി പറയാം. ഇതുവരേക്കും പറഞ്ഞു ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഈ സാധാരണ ഇതുണ്ടല്ലോ, ഇപ്പോ ഭക്ഷണ സാധനത്തില് ദ്രാവകമായ സാധനങ്ങളൊക്കെ അതിന് ശവമായി. ഏത് ശവമായി? അതിന് പൊട്ടിച്ചാല് ചോര ഒലിക്കാത്ത ശവം. ഉദാഹരണം ഇറുമ്പൊക്കെ അല്ലെ, ഇറുമ്പൊക്കെ അതൊക്കെ ആയിട്ട് എനിക്കിട്ട് അഫു ഉണ്ട് എന്നാണ്. അല്ലേ? പിന്നെ അഫു ഇല്ലാതിരിക്കണ എന്ത് വേണം? അതുകൊണ്ട് അത് ആ സാധനം പകർച്ചയാവണം. കൂടുതലുണ്ടായിരുന്നു. കൂടുതൽ ഇറുമ്പിന്റെ ശവക്കപ്പാട് ഒരു ഗ്ലാസ്സിലേ കുറെ ഇറുമ്പിന്റെ ശവമുണ്ട്. അങ്ങനെ അതിന്റേതായ സ്വഭാവമൊക്കെ മാറിയതിന് പകർച്ച വന്നിട്ടുണ്ട്. എന്നാലേ ബുദ്ധിമുട്ടുള്ളൂ. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തെറ്റാണ്. ഇപ്പൊ ഈ പറഞ്ഞാൽ ശരി. മനസ്സിലാക്കണ? മനസ്സിലാകുണ്ടാന്ന്. കലീലായ വെള്ളമാവട്ടെ, അതല്ലെങ്കിൽ ഇനി ദ്രാവകമായ ചായ, നെയ്യ്, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, കറി പോലത്തെ സാധനമൊക്കെയാണ്. അതിലെന്ത് ചെയ്തു? ചോര പൊട്ടിച്ചാൽ ചോര കാണൂല. അങ്ങനത്തെ വസ്തുവിന്റെ ശവാണ്. എന്നാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അഫു ഉണ്ട് എന്നാ. പിന്നെ അഫു ഇല്ലാതിരിക്കണ എന്ത് വേണം? അതുകൊണ്ട് പകർച്ച വരണം. എന്നാലേ അഫു ഇല്ലാതിരിക്കുള്ളൂ.
കൂടുതൽ വീണ് അങ്ങനെ ആ സാധനത്തിന്റെ സ്വഭാവം തന്നെ മാറി. എന്നാലേ ബുദ്ധിമുട്ടുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്നാണ്. ഇപ്പൊ മനസ്സിലാക്കണല്ലേ? മനസ്സിലാക്കണല്ലേ? ആയിക്കോട്ടെ, എന്നായിക്കോട്ടെ. അത് പറയാൻ വേണ്ടി മൈക്കെടുത്താൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.